ബഹുമാന്യരായ ഗുരുജനങ്ങളെ, ശ്രീ രാമതീർത്ഥ സ്വാമികളുടെ ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച അനുസ്മരണ യോഗമാണ് ഇവിടെ നടത്തുന്നത്. രാമതീർത്ഥ വിജ്ഞാന ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെയാണ് ഇത് നടക്കുന്നത്. അവർ ഈ ജന്മദിനം ആഘോഷിച്ച് വരികയാണ്. അതിനോടനുബന്ധിച്ച് ഈ അഭേദാശ്രമത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ അഭേദാശ്രമത്തിനും തികഞ്ഞ അഭിമാനമുണ്ട്. ശ്രീരാമതീർത്ഥ സ്വാമികളെക്കുറിച്ച് ഇനിയിപ്പോൾ ഇവിടെ ജീവിതവും സന്ദേശവും എന്ന വിഷയത്തിൽ ശ്രീ രാജീവ് ഇരിങ്ങാലക്കുട ഇവിടെ സംസാരിക്കുന്നുണ്ട്. രാമതീർത്ഥ സ്വാമികളുടെ ഒരു പരിപാടി ഇവിടെ അഭേദാശ്രമത്തിൽ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിലുള്ള കാര്യമാണ്. അതിന് വേദി ഒരുക്കി തന്നത് തീർച്ചയായിട്ടും ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയാണ്. നമുക്കറിയാം, അദ്ദേഹം പല സന്യാസിമാരെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ പല ഇത്തരത്തിലുള്ള യോഗി വര്യന്മാരെയും എല്ലാം മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വളരെയേറെ ഒരു യത്നിച്ച ഇന്നും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട. അദ്ദേഹത്തിന് ഈ രാമതീർത്ഥ സ്വാമികളുടെ ജീവിതവും സന്ദേശവും അദ്ദേഹം ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രീ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയ്ക്ക് അഭേദാശ്രമത്തിൻ്റെ പേരിൽ ഭക്തി ആദരപൂർവ്വം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും അഭേദാശ്രമത്തിൻ്റെ പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ അനുസ്മരണ പ്രഭാഷണം ആരംഭിക്കുവാൻ ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുടയോട് സാദരം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാമി രാമതീർത്ഥനും അഭേദാനന്ദ സ്വാമികളുമായിട്ടുള്ള ബന്ധം ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നവംബറിലാണ് രാമതീർത്ഥ വിജ്ഞാന ട്രസ്റ്റ് ഒരു പരിപാടി കന്യാകുമാരിയിൽ നടത്തിയത്. കന്യാകുമാരി ഭാരതത്തിൻ്റെ തെക്കേ അറ്റം. അതേസമയം ഋഷികേശ് ശിവാനന്ദാശ്രമത്തിൽ രാമതീർത്ഥ സ്വാമികളെക്കുറിച്ച് ശ്രീ രമണ ചരണതീർത്ഥൻ്റെ സംസ്കൃതത്തിലുള്ള പ്രഭാഷണമുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സമാധിയായിട്ട് 116 വർഷം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മഹാത്മാവ് മരിച്ച ശേഷം അല്ലെങ്കിൽ ദേഹത്യാഗശേഷം അദ്ദേഹവുമായിട്ട് ബന്ധമില്ലാത്തൊരു പ്രദേശത്താണ് കന്യാകുമാരി, തിരുവനന്തപുരത്തൊക്കെയാണ് പരിപാടി നടക്കുന്നത്. അപ്പം അതൊരു അലൗകികമായ ചില കാരണങ്ങൾ. അഭേദാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തിൽ കൂടെ കടന്നുപോയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ഭാഗത്തും രാമതീർത്ഥൻ്റെ വേദാന്ത സന്ദേശത്തിൻ്റെ സ്വാധീനമുണ്ടാവും. രാമതീർത്ഥ സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ വേദാന്തി. നേരെ മറിച്ച് അഭേദാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭക്തോത്തമൻ. ഇത് തമ്മിൽ എങ്ങനെ പരസ്പരം പൂരകപ്പെട്ടു പോകുന്ന നമ്മൾ സംശയിക്കും. സ്വാമി രാമതീർത്ഥൻ്റെ ജീവിതവും സന്ദേശവും എന്നാണ് വിഷയം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ 2 ഭാഗങ്ങളായി തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല നിർണായക സംഭവങ്ങളും നടത്തുന്നുണ്ട്. അതിലൊരു സംഭവം 1897 നവംബർ മാസത്തിലെ ഒരു അപരാഹ്നത്തിൽ നടന്നതാണ്. ലാഹോറിലെ ഫോർമാൻ കോളേജിൽ ഗണിതശാസ്ത്ര അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹം കേട്ടു, ഷിക്കാഗോയിലെ വേദാന്തത്തിൻ്റെ വിജയവൈഖരി നാട്ടിയ ശേഷം സ്വാമി വിവേകാനന്ദൻ ഒരു പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അത് പുസ്തകമായി വന്നു. കൊളംബോ മുതൽ അൽമോറ വരെ വിവേകാനന്ദ സാഹിത്യ സർവസത്തിൻ്റെ 3ാം ഭാഗമാണ്. അപ്പോൾ ഈ പ്രഭാഷണ പരമ്പര നടത്തി അദ്ദേഹം ലാഹോറിലെത്തി. ആ സമയത്ത് തീർത്ഥരാമ ഗോസ്വാമി
രാമതീർത്ഥൻ്റെ പൂർവാശ്രമ നാമം തീർത്ഥരാമ ഗോസ്വാമി ലാഹോറിലെ പ്രശസ്തമായ DAV കോളേജിൽ ദയാനന്ദ ആംഗ്ലോ വിദ്യാലയത്തിലെ ഗണിതശാസ്ത്രജ്ഞനാണ്. പിന്നീടാണ് അതിലും വലിയ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജിലേക്ക് പോകുന്നത്. ലാഹോറും ആര്യ സമാജും ഇന്ന് ഇപ്പോൾ ദയാനന്ദ സ്വാമികളുടെ 200-ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. സ്വാമി ദയാനന്ദൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ഇന്ന് പാകിസ്ഥാനിലുള്ള ലാഹോറിലാണ്. അദ്ദേഹം തീർത്ഥരാമ ഗോസ്വാമി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ലാഹോറിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ദയാനന്ദ സ്വാമിയുടെ അദ്ദേഹം രൂപീകരിച്ച യുവജന സംഘത്തിൻ്റെ പ്രധാന ആളായിരുന്നു. ഒരുപാട് സ്വാമി ശ്രദ്ധാനന്ദനെ പോലുള്ള ആര്യസമാജ നേതാക്കന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട് ലാഹോറിൽ. അത് കഴിഞ്ഞ് ഇദ്ദേഹം വിദ്യാർത്ഥിയായി അതേ കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ 1897 നവംബർ മാസത്തിൽ വിവേകാനന്ദ സ്വാമി നടത്തിയ പ്രഭാഷണം അദ്ദേഹം കേട്ടു. അതോടുകൂടി തീർത്ഥരാമ ഗോസ്വാമിയെ താൻ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പം അതിനു മുമ്പുള്ള ജീവിതത്തിൻ്റെ 2 ഭാഗം ഇദ്ദേഹം തീർത്ഥരാമ ഗോസ്വാമി എന്നുള്ള പേര് തന്നെ അതിൻ്റെ വലിയ അർത്ഥമുള്ളതാണ്. പരിവ്രാജക ജീവിതം നയിക്കുന്ന ആൾ. തീർത്ഥരാമൻ ജനിച്ചത് തന്നെ തുളസീദാസിൻ്റെ വംശത്തിലാണ്. സന്ത് തുളസീദാസ്. ആ തുളസീദാസൻ്റെ രാമചരിതമാനസമാണ് ഭാരതത്തിൻ്റെ, വിശിഷ്യ ഉത്തര ഭാരതത്തിൻ്റെ നഗരോപവനങ്ങളിലും മറ്റും അതിൻ്റെ കഥാപാട്ടാണ് ഭാരതീയരെ ഭക്തഹൃദയങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ആ സന്ത് തുളസീദാസിൻ്റെ വംശത്തിൽ. തുളസീദാസിൻ്റെ കാര്യം ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ രാമതീർത്ഥ സ്വാമികളുടെ ഏകദേശം ജീവിതവുമായി ബന്ധമുള്ളതാണ് തുളസീദാസിൻ്റെ. 16-ാം നൂറ്റാണ്ടിലുള്ള ജനിച്ച ഉടനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് കാശിയിൽ വന്നു. കാശിയിൽ വന്ന് ഗംഗയിലെ സ്നാനഘട്ടങ്ങളിൽ മാറി മാറി വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഞ്ചഗംഗാ ഘാട്ടിൽ സ്വാമി രാമാനന്ദൻ്റെ ഒരു ശിഷ്യൻ നരസിംഹാനന്ദ്. അപ്പോൾ സ്വാമി രാമാനന്ദൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുംഭമേളയിൽ നടക്കുമ്പോൾ സ്വാമി രാമാനന്ദൻ്റെ രാമാനന്ദ പന്തിയാണ് ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിനുള്ള ആൾക്കാർ വരുന്നത്. ആ സ്വാമി രാമാനന്ദന് 1408 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാരിൽ അതിലൊരാൾ നരസിംഹാനന്ദ് എന്ന് പറയുന്ന ആളെ പഞ്ചഗംഗാ ഘാട്ടിൽ കാണുകയും നരസിംഹാനന്ദ് ഇദ്ദേഹത്തെ തുളസീദാസിനെ രാമാനന്ദ ആശ്രമത്തിൽ കൊണ്ടാക്കി. ആ രാമാനന്ദ ആശ്രമത്തിൽ അന്തേവാസിയായി ചിലർ പറയുന്നത് 16 കോടി നാമം ജപിച്ചു. അവിടെയാണ് ഇവിടെ അഭേദാനന്ദാശ്രമത്തിൻ്റെ ഒക്കെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം നമ്മളോട് ചോദിച്ചു ഒരാൾ, ഈ രമണചരണ തീർത്ഥൻ്റെയൊക്കെ ഇത് പരിപാടി നടത്താൻ എവിടെന്നാ പൈസ? മലയാളികളുടെ എവിടുന്നാ ഇതൊക്കെ? അപ്പം ഞാൻ പറഞ്ഞു, അവിടെ കഴിഞ്ഞ 10-60 വർഷമായിട്ട് അവിടെ നാമജപം നടക്കുന്നു. നാമജപം നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കണം. സന്ത് തുളസീദാസ്, അങ്ങനെയാണ് വടക്കേ ഇന്ത്യക്കാർ പറയുന്നത്. വെറും തുളസീദാസ് എന്ന് പറയില്ല, സന്ത് തുളസീദാസ്. അദ്ദേഹം 16 കോടി നാമം ജപിച്ചു എന്നാണ് അതിൻ്റെ പല ജീവചരിത്രങ്ങളും പല രീതിയിൽ. എന്നിട്ടാണ് രാമചരിതമാനസം എഴുതിയത്. ഇത് കേട്ട് തുളസീദാസിനെ വലിയ പ്രസിദ്ധിയെ ആർജിച്ചുകൊണ്ട് മുഗൾ ചക്രവർത്തിയായ അക്ബർ വിളിപ്പിച്ചു രാജകൊട്ടാരത്തിലേക്ക്. കാരണം അക്ബറിന് സാഹിത്യകാരന്മാരെയും കവികളെയും വിളിപ്പിച്ച് ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. തുളസീദാസിനെ വിളിപ്പിച്ചപ്പോൾ തുളസീദാസ് പറഞ്ഞു, ഞാൻ എപ്പോഴും സദാ ത്രേതായുഗ അവതാരവരിഷ്ഠനായ മാതൃകാ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ രാജാങ്കണത്തിൽ എപ്പോഴും ആദരിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എന്തിന് മനുഷ്യൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോകണം? ഇതാണ് എഴുതിയത്.
എഴുതി കൊടുത്തത് മുഗൾ സാമ്രാട്ടായ അക്ബറിന്. അപ്പം കബീർ പിന്നീട് പറയുന്നുണ്ട്, തുളസിക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി? യഥാർത്ഥ ഭക്തനാണ് ധൈര്യം കിട്ടുക. രാമതീർത്ഥൻ പിന്നീട് പറയുന്നത് ഭക്തിയുടെ യഥാർത്ഥ ലക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിർഭയത്വമാണ്. ആരാണ് ഭക്തൻ? ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. ആരാണ് ഭക്തൻ? ഉള്ള കാര്യം നിർഭയമായി പറയാൻ ഭയക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ തുളസീദാസ് അക്ബറുടെ അക്ബറുടെ കൊട്ടാരത്തിലേക്ക് പോയില്ല. അതുപോലെ സ്വാമി രാമതീർത്ഥൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വിദേശയാത്ര നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ കൂടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് റൂസ്വെൽറ്റ് ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, അമേരിക്കൻ പ്രസിഡൻറ്റ്. അപ്പോൾ രാമതീർത്ഥൻ പറഞ്ഞു പോകാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരും ആരാധകരും പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങ് എപ്പോഴും പറയുന്നുണ്ടല്ലോ രാം. അദ്ദേഹം സംബോധന ചെയ്യുന്ന രാം, തീർത്ഥരാമ ഗോസ്വാമി രാം, സന്യാസം സ്വീകരിച്ച ശേഷം രാം എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ അതിനു മുമ്പ് ഒരു ഐ കൂട്ടിച്ചേർക്കണം, ഐ രാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതില്ലാതാക്കാനാണ് ഞാൻ ഇത്ര കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങളെ അല്ല, അതോ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഐ രാം. അപ്പോൾ റൂസ്വെൽറ്റിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കുക, രാം സോറി ഐ രാം സെയ്സ് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും റൂസ്വെൽറ്റ് ഓരോന്ന് ചോദിക്കുമ്പോൾ രാം സോറി ഐ രാം. അപ്പോൾ റൂസ്വെൽറ്റ് ചോദിച്ചു, ഹൂ ഈസ് ദിസ് ഐ രാം? ദ എംപറർ ഓഫ് the emperor. Ram is the emperor of self. ഇതാണ് ആരാണ് തീർത്ഥരാമ ഗോസ്വാമി എന്ന് വെച്ചാൽ സ്വന്തം സ്വത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്തിന് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി എന്ന് ചോദിച്ചാൽ അടിമ ഭാരതത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി. അപ്പോൾ ഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശം സാഗരങ്ങൾക്കപ്പുറം എത്തിച്ച 2 സന്യാസി ശ്രേഷ്ഠന്മാരാണ്. ഒന്ന് സ്വാമി വിവേകാനന്ദൻ, മറ്റൊന്ന് തീർത്ഥരാമ ഗോസ്വാമി. ചോദിക്കും എന്തിനാണ് ഈ സന്യാസിമാർ വിദേശത്തേക്ക് പോയത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് വാണ്ട് യുവർ ബ്ലഡി ഡോളേഴ്സ് ബിക്കോസ് ഡോളേഴ്സ് കാൺ മേക്ക് എ സന്യാസിൻ. അത് അന്നത്തെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം തീർത്ഥരാമ ഗോസ്വാമി സ്വാമി ആയ ശേഷം അദ്ദേഹം ആത്മസന്യാസം എടുത്തത്. അത് 1901 അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രശസ്തനായി. എങ്ങനെയാണ് പ്രശസ്തിയായിട്ടത്? ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ലാഹോറിൽ. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് ആത്മസന്യാസം എടുത്ത് നടക്കുന്ന സമയത്താണ് ആരോ കുറച്ച് ശിക്ഷരൊക്കെ കൂടി പറഞ്ഞു, ജപ്പാനിൽ ഒരു മതമഹാസമ്മേളനം നടക്കുന്നു 1902. അപ്പോൾ 1893 സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയത് എന്തിനാണോ അതേ ദൗത്യം സ്വാമിക്ക് ജപ്പാനിലുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ബോംബെയിൽ നിന്നും കപ്പൽ മാർഗം ജപ്പാനിലെത്തിയപ്പോൾ ആ തുറമുഖത്ത് പട്ടണത്തിലെത്തിയപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ വേഷം കണ്ടിട്ടല്ലോ. ജപ്പാനികളെയൊക്കെ സംബന്ധിച്ച് അത് അമേരിക്കക്കാരെ പോലെയല്ല, ജപ്പാനികളെ സംബന്ധിച്ച് ബൗദ്ധധർമ്മവുമായി ബന്ധമുള്ളതുകൊണ്ട് ഒരാൾ ചെന്ന് ചോദിച്ചു, അങ്ങ് ഇവിടെ കുറേ നേരമായല്ലോ നിൽക്കുന്നത്, ഈ ആതിഥേയന്മാരാരും വന്നില്ലേ? ഇത്ര നേരമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ രാമതീർത്ഥസ്വാമികൾ പറഞ്ഞു, എൻ്റെ ആതിഥേയൻ താങ്കൾ തന്നെയാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെ എനിക്ക് താങ്കളുടെ ആതിഥേയനായി തീരും? അല്ല, അത് നമ്മൾ അനുഭവത്തിൽ കൂടെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരാണ് അതിഥി, ആരാണ് ആതിഥേയൻ എന്ന അനുഭവത്തിൽ കൂടെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തുടർന്ന് ജപ്പാനിൽ അദ്ദേഹത്തിൻ്റെ ആതിഥേയനായിട്ട് ഈ അപരിചിതനായ മനുഷ്യൻ തീർന്നു. അങ്ങനെ
ഇംഗ്ലീഷ് സാഹിത്യത്തിൽ യുലിസസ് എന്ന് പറയുന്നൊരു വളരെ പ്രശസ്തമായിട്ടുള്ള പോയമാണ് ജെയിംസ് ജോയ്സിൻ്റെ. അതിലൊരു ഇതുണ്ട്, യുലിസസ്, ലാറ്റിൻ ഫോം അക്കില്ലസ് എന്നാണ് പറയുന്നത്. യുദ്ധ സമയത്ത് എവിടെ പോയാലും എവിടെ ചെന്നാലും എന്താ, വേറെവർ ഹീ ഗോസ് ഹീ ബിക്കെയിം ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. എവിടെയൊക്കെ പോയോ ആ ഭാഗമായിട്ട് അലിഞ്ഞു ചേരും. അങ്ങനെയാണ് തീർത്ഥരാമ ഗോസ്വാമിയുടെ ഒരു പ്രത്യേകത. ഇത് വലിയ വലിയ ചക്രവർത്തിമാരാണ് കീഴടക്കലിൻ്റെ ഭാഗമായിട്ട് അതാത് സ്ഥലത്ത് പോയി അതുമായിട്ട് സമരസപ്പെട്ടു പോകുന്നത്. ഇവിടെ തീർത്ഥരാമസ്വാമി ജപ്പാനിൽ പോയി ഈ അപരിചിതനായ ഒരാളെ കണ്ട് അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് കുറേ താമസിച്ചപ്പോഴാണ് വിവരം കിട്ടുന്നത് ജപ്പാനിൽ നടക്കുന്ന ഈ ലോകമത മഹാസമ്മേളനം പല മാസികകളും വന്നത് അതൊരു വ്യാജ വാർത്തയായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തിനൊരു നഷ്ടബോധം ഉണ്ടായിരുന്നില്ല രാമതീർത്ഥന്. ഈശ്വരൻ നിശ്ചയിച്ചു ഞാൻ ഇവിടെ വന്നു. അങ്ങനെ കുറച്ചു കാലം ജപ്പാനിൽ കഴിഞ്ഞ് അവിടെ നിന്നും ആണ് അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് പോകുന്നത്. ജപ്പാൻകാരാണ് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള എല്ലാ സഹായവും. കാരണം അദ്ദേഹം പോയിപ്പോൾ ഇപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വെള്ളമുണ്ടും ഇതുമായിട്ട് സഞ്ചരിച്ചു. ഇവിടെ കേരള ഗ്രാമങ്ങളിൽ വെണ്ണിക്കുളത്തിൻ്റെ കവിതയുണ്ട്, കേവലം ഭിക്ഷാന്തേഹിയെപ്പോലെ അവിടെ നീ കേരള ഗ്രാമങ്ങളിൽ അലഞ്ഞു നടക്കുന്ന കാലം കണ്ടു വിവേകാനന്ദ ലോചനം. സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയത്. ഇത് അതിർത്തികൾ കടന്ന് ഒരു കാവ്യമുണ്ട് തലയിൽ ചുറ്റി നടക്കുന്ന ആളെ ജപ്പാനിലെ അതിഥിയായിട്ട് അല്ല വലിയൊരു മഹാനായിട്ട് കൊണ്ടുപോയി നടന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയപ്പോഴും സമാന സംഭവങ്ങൾ നടന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അല്ല, അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. സ്വാമി രാമതീർത്ഥൻ തന്നെ സ്വാമി വിവേകാനന്ദനെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എ പേഴ്സൺ ഷുഡ് ബി എ ജെന്റിൽമാൻ അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ട്രൈ ടു ബി എ സാധു. ആരാണ് സന്യാസി? ഇത്രയുള്ളൂ. ആദ്യം മനുഷ്യനാവുക, പിന്നെ മാന്യനാവുക, പിന്നെ സാധുവാകാം. ഇതാദ്യം സാധുവായിട്ട് തീരും. സാധു എന്ന് പറയുന്നത് സന്ത് രാമാനന്ദ്, സന്ത് തുളസീദാസ് എന്നൊക്കെ പറഞ്ഞാൽ സാധുവിൻ്റെ അത് ഉത്തരഭാരതത്തിലെ അവരുടെ മനസ്സ് ഹൃദയം മുഴുവനും ഭക്തി കൊണ്ട് നിറഞ്ഞ സമർപ്പണമാണ്. അപ്പം തീർത്ഥരാമസ്വാമി എല്ലാം വിട്ട് സന്യാസം സ്വീകരിച്ചപ്പോൾ എല്ലാം വിട്ട് അദ്ദേഹം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നതിന് മുമ്പ് ഭാരതം മുഴുവനും സഞ്ചരിച്ചു. അതിന് കഴിഞ്ഞ് അമേരിക്കയിൽ പോയപ്പോഴാണ് റൂസ്വെൽട്ടുമായി കാണുന്നത്. റൂസ്വെൽട്ടിൻ്റെ അടുത്താണ് പറഞ്ഞത്, ദ എംപറർ ഓഫ് ഹുയിസ് രാമ ഐ രാമ ദ എംപറർ ഓഫ് ഹിസ് ഓൺ സെൽഫ്. ഇത്രയേ ഉള്ളൂ. സ്വാമി രാമതീർത്ഥൻ വിദേശത്തേക്ക് പോയിട്ട് പറഞ്ഞ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, അവനവൻ്റെ ആത്മാവിൻ്റെ ഉടമയായിത്തീരുക. അതാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. അത് സിസ്റ്റർ നിവേദിത പറയുന്നൊരു കാര്യമുണ്ട്, അറിയാലോ, സ്വാമി വിവേകാനന്ദൻ്റെ വത്സല ശിക്ഷ. നിങ്ങൾ ഭാരതീയർ, വിശിഷ്യ ഹിന്ദുക്കൾ ഋഷിമാരെപ്പോലെ സംസാരിക്കുന്നു, പക്ഷേ ഭീരുക്കളെപ്പോലെ പ്രവർത്തിച്ച് സ്വയം വഞ്ചിക്കുന്നു. ഇതെങ്ങനെ പരസ്പരം ഇത്തരത്തിലുള്ള മഹാന്മാർ വേദം, ഭഗവത്ഗീത, പ്രസ്ഥാനത്രയം, ബ്രഹ്മസൂത്രമൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഭാരതീയരായ നിങ്ങൾ ഇങ്ങനെ ആവുന്നു? അതേ സമയത്ത് അത് അയർലൻഡിൽ നിന്നും വന്നൊരു ലേഡിയാണ് ചോദിക്കുന്നത്. ഇവിടുന്ന് പോകുന്ന സ്വാമി വിവേകാനന്ദൻ, തീർത്ഥരാമസ്വാമി പോലെയുള്ള ആൾക്കാരൊക്കെ ഈ ആത്മാവിൻ്റെ അമരത്വം ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ പറയുന്ന വേദാന്ത ശാസ്ത്രം? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ്? എന്ത് ചെയ്യണം? നാം കുടിൽ മുതൽ കൊട്ടാരം വരെ വേദാന്ത സന്ദേശം പ്രചരിപ്പിക്കണം. അപ്പം ഈ വേദാന്ത ശാസ്ത്രത്തിലേക്കുള്ള വഴികൾ, അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ വേദാന്ത ശാസ്ത്രം പ്രചരിക്കാത്തത് കൊണ്ടാണോ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ വിദേശത്തേക്ക് പോകുന്ന? അങ്ങനൊരു ചോദ്യമില്ലേ? സ്വാമി വിവേകാനന്ദനും രാമതീർത്ഥസ്വാമിയും പറയുന്നത് അവർക്ക് വിദേശികൾക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയും.
ഇപ്പോൾ ഇവിടെ പ്രശസ്തമായിട്ടുള്ളൊരു ആശ്രമത്തിൽ 4000 പേരുള്ള ആശ്രമത്തിൽ കുറേ വിദേശികളുണ്ട് അവിടെ. അപ്പോൾ എൻ്റെ ഈ രാമതീർത്ഥ അനുസ്മരണം ഇവിടെ നടക്കണമെന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, പറഞ്ഞു ഇവിടെ എല്ലാവരും വരുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ യോഗി വായിച്ചിട്ടാണ് വിദേശികൾ. ഇവിടെ നിന്ന് മാത്രമല്ല പല ഭാഗത്തും വിദേശികൾ വരുന്നത് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ യോഗി. ഇവിടെ പക്ഷേ ഈ ആശ്രമത്തിൽ ഒരാൾ സ്വാമി രാമതീർത്ഥൻ്റെ ഇൻ വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ വായിച്ചിട്ട് ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. താങ്കൾ അദ്ദേഹത്തെ പോയി കണ്ടാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു വിദേശി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയ സമയത്ത് കണ്ടു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ തൊഴുത്തിലാണ്. അപ്പോൾ അധികം സംസാരിക്കാനൊന്നും താല്പര്യമില്ല അദ്ദേഹത്തിന്. അപ്പോൾ എന്നെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുടെ അടുത്ത് പോയി അദ്ദേഹം വളരെ ഒരു ഉയർന്ന ലെവലിലാണെന്ന് കണ്ടാൽ തന്നെ തോന്നാം, തൊഴുത്തിലെ സേവനമൊക്കെ ചെയ്യണു. അപ്പോൾ അദ്ദേഹം വിദേശി എന്ന് പറയുന്നത് വെസ്റ്റേണർ ആയിട്ടുള്ള ഒരാളെ എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം, അദ്ദേഹം ഈ പറഞ്ഞ എന്നെ ഇൻട്രഡ്യൂസ് ചെയ്ത ആളെ എൻ്റെ ബോസായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ആ സ്ഥാപനത്തിലെ CEO ആണ്. ഒരു 1000-ലേറെ ജോലിക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അങ്ങോട്ട് അമേരിക്കയായിരുന്നപ്പോൾ ഇദ്ദേഹം ഈ തൊഴുത്തി കിടക്കുന്ന ആൾ അമേരിക്കയിലെ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ബോസായിരുന്നു. അപ്പോൾ ഇൻ വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്ന സ്വാമി രാമതീർത്ഥൻ്റെ പുസ്തകം വായിച്ച് ആകർഷ്ടനായിട്ടാണ് അദ്ദേഹം ഭാരതം മുഴുവനും അലഞ്ഞത്. അങ്ങനെ രമണാശ്രമത്തിൽ വന്നു, അവിടുന്ന് ഇവിടേക്ക് വന്നു. അപ്പം എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ളൊരു ത്യാഗത്തിന് മുതിർന്നു? അത് സ്വാമി രാമതീർത്ഥനെ പോലെയുള്ള ആൾക്കാരെ കണ്ടിട്ടാണ്. ഭൗതികമായി എല്ലാം നേടിയ ശേഷവും ചങ്ങമ്പുഴ പാടിയ പോലെ, മലയാളത്തിൻ്റെ ചങ്ങമ്പുഴ പാടിയ പോലെ, കാഞ്ചന പട്ടാമ്പരം കൈവിട്ട് കാവിയുടുത്തലയുവാൻ ഭാരതം കാട്ടിത്തന്നു. നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിദേശത്തേക്കാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ വൈരുദ്ധ്യം. അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടി ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അത് ഉപേക്ഷിച്ച് ഭാരതത്തിൽ വന്ന് സന്യാസാശ്രമങ്ങളും മറ്റും തൊഴുത്തുമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ അത് വളരെ വെസ്റ്റേൺ ലോകമൊക്കെ ഇവിടെ വലിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വാമി രാമതീർത്ഥനെക്കുറിച്ചിട്ടുള്ള പഠനം, സ്വാമി രാമതീർത്ഥ ആൻഡ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തിയറി, അസ്തിത്വത്തിൻ്റെ ഉറവിടം എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് എന്താണ്, വെസ്റ്റേൺ ലോകത്തിനെ, പാശ്ചാത്യ ലോകത്തിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ജനിച്ചാൽ മരണമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി. അത് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും ചെയ്യുന്ന എന്താ, ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം. അതായത് മുന്തിരിയുടെ അവസാനത്തെ തുള്ളി പോലും ആസ്വദിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആസ്വാദനം, നിലനിൽപ്പിൻ്റെ ശാസ്ത്രമായ ഈ ആസ്വാദനം എങ്ങനെ, തേന തെക്തേന ഭുഞ്ചീത, ഈശവാസ്യോപനിഷത്തിൽ പറയുന്നതാണ്. എങ്ങനെ ഈ ജീവിതത്തെ ആസ്വദിക്കണം? ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. അപ്പം ജനന മരണങ്ങൾക്ക് ഇടയിലുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, അതിൻ്റെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് എങ്ങനെയാണ്? കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു മലയാളം പ്രൊഫസർ ലണ്ടനിൽ പോയിട്ട് എഴുതിയ PhD ആണ് ഭഗവത്ഗീത ആൻഡ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തിയറി. ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. അതേ മലയാളം പ്രൊഫസർ ലണ്ടനിൽ പോയി ഭഗവത്ഗീതയും അസ്തിത്വവാദവും. കാരണം നമ്മുടെ നിലനിൽപ്പിൻ്റെ രഹസ്യം എന്താണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഭാഗവതത്തിൽ പറയുന്നത് എന്താ? മരണമടുത്തവൻ്റെ കർത്തവ്യമെന്ത്? രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടി, വിശ്വമഹാകവിയായി. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയുടെ പ്രധാന പ്രമേയം എന്താ? മരണം എന്ന പ്രതിഭാസമാണ്.
കാരണം 12 മക്കളുള്ള ജൊറോസങ്കോവിൽ ജനിച്ചു വീണ, സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ ഉറ്റവരായ 6 പേരുടെ മരണം അടുപ്പിച്ച് നേരിട്ട് അനുഭവപ്പെട്ടു. അപ്പം ഈ മരണം എന്ന പ്രതിഭാസം, രമണൻ, കുഞ്ഞുണ്ണി മാഷ പറയും മരണത്തെ രമണമാക്കിയ രമണൻ, അങ്ങനെ ഒരു മരണാനുഭവം തീർത്ഥരാമ ഗോസ്വാമി തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ വളരെ ദരിദ്രരായിരുന്നു. പിന്നെ അവരുടെ മരണം ആ സമയത്താണ് ഭക്ത ധൻറാം എന്ന് പറയുന്ന സന്ത് തുളസീദാസൻ്റെ വംശത്തിൽപ്പെട്ട ഭക്ത ധൻറാം എന്ന് പറഞ്ഞ ഒരു നിരക്ഷരനായിരുന്നു സ്വാമി രാമതീർത്ഥൻ്റെ ആദ്യത്തെ ഗുരു. അപ്പം ഈ വേദാന്തികളെ സംബന്ധിച്ച് നാമരൂപങ്ങൾക്ക് അതീതമാണെന്ന് പറഞ്ഞു നടക്കുന്ന വേദാന്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ നാമരൂപങ്ങൾ ഉപേക്ഷിക്കണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ നാമത്തിൽ കൂടെ തന്നെ വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നും ഇത്തരം സങ്കേതങ്ങൾ ശങ്കരാനന്തര കേരളത്തിൽ ഭക്തിക്ക് പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. യുക്തിക്കാണ് പ്രാധാന്യം, വിഭക്തിക്കാണ് പ്രാധാന്യം. അങ്ങനെയുള്ള കേരളത്തിൽ അഭേദാശ്രമം പോലെയുള്ള ഒരു നാമജപ സങ്കേതം എങ്ങനെ നിൽക്കുന്നു? അവിടെ വെച്ചിട്ടാണ് നമ്മൾ രാമതീർത്ഥ അനുസ്മരണം നടത്തുന്നത്. നാമം ജപിച്ച് ചിത്തശുദ്ധി നേടി തത്വബോധം. അപ്പം ചിത്തശുദ്ധിക്ക് എന്ത്? അങ്ങനെ ഈ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം സുഖകരമാക്കാനുള്ള സുഗമമായ ഉപായം നാമജപമാണ്. അത് രാമതീർത്ഥൻ പല ഗുഹകളിലും മറ്റും പോയി നിരന്തരം നാമം ജപിച്ച് ധ്യാനം ചെയ്ത ശേഷമൊക്കെയാണ് വിദേശത്തിലേക്ക് പോകുന്നത്. രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, നാരദപ്രോക്തമായ ഭക്തിയാണ് കലിയുഗത്തിൽ സുഗമോപായം. എന്തിന്? ആനന്ദത്തിന്, ഈശ്വരാനുഭൂതിക്ക്. കോഴിക്കോട് നാരദ പുരസ്കാരം കൊടുക്കുന്നുണ്ട്, എല്ലാ വർഷവും കൊടുക്കും. ആരാ നാരദർ? ഏറ്റവും കൂടുതൽ പരദൂഷണം പറയുന്ന ആൾക്കാണ് കോഴിക്കോട് നാരദ പുരസ്കാരം കൊടുക്കുന്നത്. എല്ലാ വർഷവും അവർ തിരഞ്ഞെടുത്ത് ഭംഗിയായിട്ട് 100 കണക്കിന് ആൾക്കാർ നിറയുന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് അവാർഡ് പ്രഖ്യാപിച്ച വിദ്വാന്മാർ വരില്ല, വരാൻ പറ്റില്ല. എന്നിരുന്നാലും കൊടുക്കുന്നുണ്ട്. ഇത് നാരദൻ, നാരം ദദാതി, ഇത് നാരദ. ജ്ഞാനം നൽകുന്നവനാരോ അവനാണ് നാരദൻ. സ്വാമി രാമതീർത്ഥൻ കഥകളിൽ കൂടെ പറയുന്നതാണ്, രാമതീർത്ഥൻ പറഞ്ഞ കഥകൾ. അപ്പം രാമതീർത്ഥൻ്റെ ജീവിതം, അപ്പം ഈ വിദേശത്തേക്ക് പോയി റൂസ്വെൽറ്റിനെയൊക്കെ പോയി കണ്ട്, റൂസ്വെൽറ്റിൻ്റെ അടുത്ത് അന്ന് ബ്രിട്ടൻ പൗണ്ടിനേക്കാൾ കൂടുതൽ ഡോളറിന് മൂല്യം കൂടി വരുന്ന സമയത്താണ് റൂസ്വെൽറ്റിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത്, ഐ രാം. ആനന്ദാശ്രമ സ്ഥാപകനായ അദ്ദേഹം വിഠൽ റാവു രാമദാസ് എന്നാണ് പറഞ്ഞത്, രാമൻ്റെ ദാസൻ. സ്വാമി രാമതീർത്ഥൻ പറഞ്ഞ ഐ രാം. അപ്പം റൂസ്വെൽറ്റ് ചോദിച്ചു, ഹൂ ഇസ് ദിസ് റാം എന്ന് വെച്ചപ്പോൾ ദ എംപറർ റാം എന്ന് പറഞ്ഞു. ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അപ്പം യഥാർത്ഥ ഭക്തിയിൽ നിന്നാണ് നിർഭയത്വം ഉണ്ടാകുന്നത്. അത് ഈ സന്ത് തുളസീദാസൻ്റെ വംശത്തിൽ പിറന്ന രാമതീർത്ഥ ഗോസ്വാമി ഭക്തധൻറാമുമായിട്ടെൻ്റെ ലാഹോറിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ എഴുത്ത് കുത്തുകൾ നടത്തി 1124 എഴുത്തുകൾ, ഈ ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള എഴുത്തുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് രസം. ഇപ്പം ഇവിടെ മഹാഗുരു വർഷമൊക്കെ നടന്നു. ചട്ടമ്പി സ്വാമികളെ എത്രയോ പേർക്ക് എത്ര കത്തുകൾ അയച്ചിട്ടുണ്ട്. ഇന്നും ഓരോ സ്ഥലങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും കൊടുക്കില്ല, ചെതലരിച്ചു പോയാലും ആർക്കും കൊടുക്കില്ല. ഇവിടെ സന്ത് ധൻറാമിന്, ഭക്ത ധൻറാമിന് രാമതീർത്ഥസ്വാമി അയച്ച
വിദ്യാർത്ഥിയായിരുന്ന രാമതീർത്ഥൻ അയച്ച 1124 കത്തുകൾ ഇംഗ്ലീഷിലും വന്നിട്ടുണ്ട്, അത് പേർഷ്യൻ ഭാഷയിൽ വന്നിട്ടുണ്ട്, പേർഷ്യൻ ലാംഗ്വേജ് ഉറുദുവിൽ വന്നിട്ടുണ്ട്, മറ്റ് പല ഭാഷകളും പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഈ ഭക്തമാനസങ്ങൾ തമ്മിലുള്ള സംവാദമാണ് അതിൽ കാണുന്നത്. പിന്നീട് അതിൻ്റെ പല ഭാഗങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ, രാമതീർത്ഥ സാഹിത്യം. മലയാളത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പരിഭാഷ ഒരു കാലത്ത്, ഇപ്പോഴല്ല, ഒരു കാലത്ത് വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ഇംഗ്ലീഷിലെ 8 വാല്യം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ 8 വാല്യം 7 വാല്യമായി മലയാളത്തിൽ വന്നു. വാസ്തവത്തിൽ സനാതനധർമ്മ സാഹിത്യ പ്രചാരണം വിവേകാനന്ദ സാഹിത്യത്തിൽ കൂടെ നടന്നു. വിവേകാനന്ദ സാഹിത്യം പഠിക്കുന്ന ആൾക്കാർ പുരാണേതിഹാസത്തിലേക്കും വേദോപനിഷത്തുകൾക്കും കടന്നു. അതിനുശേഷം 1963 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇത് പരിഭാഷപ്പെടുത്തി. തുടർന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഭാരതീയർ ചെയ്യേണ്ടത് വേദാന്ത ശാസ്ത്രം പഠിച്ച് കുടിൽ മുതൽ കൊട്ടാരം വരെ ഇത് പരക്കണം. അങ്ങനെ പരന്നു കഴിഞ്ഞാൽ നിർഭയത്വം. എന്തുകൊണ്ട് ഇറ്റ് ഈസ് എ ലാൻഡ് ഓഫ് 30 മില്യൺ ബെഗേഴ്സ് എന്നാണ് റോബർട്ട് ക്ലൈവ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോബർട്ട് ക്ലൈവ് വന്നിട്ട് പറഞ്ഞിട്ട്. അദ്ദേഹം വേറെ പറയുകയും ചെയ്തു, വി വിൽ കോൺകർ ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്ത്യൻസ്. മറ്റൊരാളുടെ സഹായവും വേണ്ട. അത് സ്വാമി വിവേകാനന്ദന് മറ്റുള്ളവർ ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരം അമരങ്ങളായ സാഹിത്യവും മഹാത്മാക്കളും ജനിച്ച ഈ നാട് ഇങ്ങനെ ഒരു അടിമ രാഷ്ട്രമായി? സ്വാമി രാമതീർത്ഥൻ പറയുന്നുണ്ട്, 12-ാം നൂറ്റാണ്ടിലാണ് ഒരു ഹിന്ദു രാജാവ് അവസാനമായി ബംഗാൾ ഭരിച്ചത്. അതിനുശേഷം സ്വാമി ചൈതന്യ മഹാപ്രഭു, ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെയൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അഭേദാനന്ദ സ്വാമി കൗഭീനധാരിയായിട്ട് ഇവിടെ നാമം ജപിച്ചുകൊണ്ട് പോയത്. ബംഗാളിൽ 12-ാം നൂറ്റാണ്ടിന് ശേഷം നാമം ജപിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെയൊക്കെ ചരിത്രം വായിച്ചാൽ നാമത്തിൻ്റെ ശക്തി, അപ്പോൾ ഈ നാമത്തിൻ്റെ ശക്തിയിൽ കൂടെ നിർഭയത്വം നേടി വേദാന്ത സന്ദേശം പ്രചരിപ്പിച്ച എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ, അത് വിവേകാനന്ദ സാഹിത്യത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദ തയ്യാറാക്കിയ പോലെയാണ് ഇൻ വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ തയ്യാറാക്കിയിരുന്നത്. നമ്മുടെ മലയാളികളുടെ ഭാഗ്യത്തിന് ഇത് മറ്റ് ഇതര ഭാരതീയ ഭാഷകളൊന്നും പരിഭാഷപ്പെടുത്തിയിട്ടില്ല. മലയാളികളുടെ ഭാഗ്യത്തിന് 8 വാല്യങ്ങളായി രാമതീർത്ഥ പ്രതിധ്വനി എന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു KC നാരായണൻ നമ്പ്യാരാണ് പരിഭാഷപ്പെടുത്തിയത്. ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവിടുത്തെ കൈതമുക്കിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. പയ്യന്നൂക്കാരനായ KC നാരായണൻ നമ്പ്യാർ. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മഹാരഥന്മാരെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്. ആർക്കെങ്കിലും അറിയോ? കാരണം ഒരു ഒറ്റയാൾ പട്ടാളം. അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഈ ഇൻ വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ രാമതീർത്ഥ പ്രതിധ്വനി ആയിട്ട് പരിഭാഷപ്പെടുത്തി. അതുമാത്രമല്ല, ചിന്മയാമിഷൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഗീതാപ്രചാരകനായി നടന്നു. ഇവിടെ ഇരിക്കുന്ന ലളിത ടീച്ചറുടെ അരുമൻ അമ്മ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ഗീത പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം നോക്കുക, എത്ര ലളിതാണ്. ഇന്ന് എല്ലാ ആധുനിക സാഹചര്യങ്ങളിലും ഇന്ന് വുഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ച അതിനുള്ള ആൾക്കാരില്ല, കഴിവുള്ളവർക്ക് മനസ്സില്ല, മനസ്സുള്ളവർക്ക് കഴിവുണ്ടാവില്ല. ഇതിപ്പോൾ ആ പുസ്തകത്തിൽ നിന്നും ഇൻ വുഡ്സ് ഓഫ് രാമതീർത്ഥ പ്രതിധ്വനിയിൽ നിന്നും പരിഭാഷ സെലക്റ്റഡ് ചെയ്ത് തയ്യാറാക്കിയതാണ് സ്വാമി രാമതീർത്ഥൻ്റെ വിദേശ പ്രസംഗങ്ങൾ. അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ സാറാണ്. ഇത് വിദേശ പ്രസംഗങ്ങളിൽ അദ്ദേഹം ചെയ്ത പ്രഭാഷണങ്ങൾ.
നേരെ മറിച്ച് ഭാരതത്തിൽ അദ്ദേഹം ചെയ്ത പ്രഭാഷണങ്ങൾ സ്വാമി വിവേകാനന്ദനെ അനുകരിച്ചുകൊണ്ട്, അനുകരണമല്ല, അദ്ദേഹത്തിന് സ്വാമി രാമതീർത്ഥൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടായിരുന്നു. വേറെ ഒരാളെയും ശങ്കരാചാര്യസ്വാമിയോ മറ്റുള്ളവരെ ഒന്നും അനുകരിക്കാത്ത ഒരു പ്രത്യേക ശൈലിയുടെ ഉടമസ്ഥൻ. ഭാരതത്തിൽ അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പുനരുദ്ധാരണം, വിദേശ പ്രസംഗങ്ങൾ, വേദാന്ത ശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ രാമതീർത്ഥ സ്വാമികളുടെ സന്ദേശം ഒരൊറ്റ വാക്കിൽ ഉപസംഹരിക്കാം: മരണത്തെ മന്ദഹാസത്തോടുകൂടി നേരിടാൻ ശ്രമിക്കുക. അതാണ് അദ്ദേഹം വിദേശ ലോകത്തേക്ക് കൊടുത്തത്. കാരണം മരണം എന്നുള്ള ഒരു പ്രതിഭാസം അത് അനിവാര്യമാണ്. അപ്പോൾ എന്തു വന്നാലും മരണമല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയും ചെയ്യാം. അത് ആ ഒരു സംസ്കാരം, ആ ഒരു ദർശനം ഭാരതത്തിലേക്കും വ്യാപിച്ചു കൊണ്ടുവന്നു. അതായത് കൊളോണിയൽ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരിൽ ആധുനിക വിദ്യാഭ്യാസം നേടിയില്ല. ജനിച്ചാൽ മരണമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കണ്ടമാനം സമ്പാദിക്കുക, കണ്ടമാനം ചെലവ് ചെയ്യുക. പക്ഷേ സ്വാമി രാമതീർത്ഥൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ സിദ്ധാന്തം ഇതാണ്: പരമാവധി സമ്പാദിക്കുക, പരമാവധി സുഖലോലുപന്മാരായി കഴിയുക. പക്ഷേ ഇതൊക്കെ എന്നേ പാശ്ചാത്യ ലോകത്ത് ഈ ദർശനങ്ങൾ വന്നു തുടങ്ങി. അവർ പറയുന്ന ഒരു കാര്യം എന്താ? മരണം അനിവാര്യമാണ്. അസ്തിത്വത്തിൻ്റെ അവസാനത്തെ പോയിൻ്റ് എവിടെ എത്തിച്ചേരും? മരണമാണ്. പക്ഷേ രമണ മഹർഷിയെ പോലെയുള്ളവർ, സ്വാമി രാമതീർത്ഥനെ പോലെയുള്ളവർ, സ്വാമി വിവേകാനന്ദനും സ്വാമി രാമതീർത്ഥനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്വാമി വിവേകാനന്ദൻ ദേശ പുനരുദ്ധാരണത്തിന്, ഭാരത പുനരുദ്ധാരണം, അത് മാൻ മേക്കിംഗ് ആൻഡ് നാഷൻ ബിൽഡിംഗ്, മാനവ നിർമ്മാണത്തിലൂടെ ഭാരത പുനരുദ്ധാരണം, അതിനുവേണ്ടി പലതും ചെയ്തു. സ്വാമി വിവേകാനന്ദ ചെയ്തതല്ല, ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത്. രാമകൃഷ്ണ പരമഹംസരോട് അദ്ദേഹം പറയുന്നുണ്ട്, നിനക്കെന്താണ് ആഗ്രഹം? എനിക്ക് നിർവികൽപ്പ സമാധിയിലാണ്ട് കഴിയാനാണ് ആഗ്രഹം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇത്ര സ്വാർത്ഥനാവരുത്. ബംഗാളിലെ തെരുവുകളിൽ ജനങ്ങൾ പുഴുവിനെപ്പോലെ അരിക്കുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ നീ നിർവികൽപ്പ സമാധിയിൽ മാത്രം ഇരുന്നാൽ എങ്ങനെയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഇല്ലാത്ത ലോകം നേരെയാക്കാൻ നടക്കുന്നവർ, വേദാന്തത്തിൽ ഒരു ഇതാണ് ലോകം എന്ന് പറയുന്നത് എന്താ? ആലോകനം ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ലോകം. അതുകൊണ്ട് നമ്മളെ നേരാക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. സ്വാമി വിവേകാനന്ദനെ അലട്ടിയ, എല്ലാവരെയും അലട്ടുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നടക്കുന്ന വേദാന്തികളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും ഒരു മൈക്കിന് പകരം 2 മൈക്കായാൽ, 100 പേർക്ക് പകരം 101 പേരായാൽ വികാരം കൊണ്ട് വികാരികളാവുന്ന വേദാന്തികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ അലട്ടുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ ഇല്ലാത്ത ലോകം നേരെയാക്കാൻ പറ്റുമോ? ലോകം വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ലോകം. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ ലോകമുണ്ട്. അവരവരുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നേരെയാക്കാൻ പറ്റുമോ? വലിയ വലിയ വേദാന്തികളുടെ പ്രഭാഷണം വളരെ മൈന്യൂട്ടായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൺഫ്യൂഷൻ പല ആൾക്കാരും പറയുന്നത് എന്താ? പറയുന്നവൻ അറിയുന്നില്ല, അറിയുന്നവൻ പറയുന്നില്ല. അരുണാചലത്തിൽ മൗനത്തിലാണ്ട് കിടക്കുന്ന ആളുടെ സന്ദേശം എവിടെ നിന്നൊക്കെയോ വന്ന ഭാഷയൊന്നും അവർക്കറിയില്ല. പോൾ ബ്രണ്ടനെ പോലെയുള്ള ആൾക്കാർ ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നു. മൗന മന്ത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സിനെ നവീകരിക്കുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ അസ്ഥി ചെയ്യും. അത് ഗുരുവിൻ്റെ നിർദ്ദേശമായിരുന്നു. ഗുരുവിൻ്റെ നിർദ്ദേശം
നിറവേറ്റാൻ സ്വാമി വിവേകാനന്ദൻ സമർപ്പിച്ചു. സർവ്വതും സമർപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ സ്വാമി രാമതീർത്ഥന് അത്തരത്തിലുള്ള ബാഹ്യമായ നിർദ്ദേശങ്ങളൊന്നും തന്നെയില്ല. വളരെ രസകരമായ കാര്യം സ്വാമി രാമതീർത്ഥം പറയുന്നുണ്ട്. അത് ഇവിടെ വെച്ച് പറയാം, അഭേദാശ്രമത്തിൽ വെച്ച് പറയാൻ പറ്റും. സദ്ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ശിഷ്യരെ സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് സദ്ഗുരു. പക്ഷെ പല ശിഷ്യന്മാരും എന്താ ചെയ്യുന്നത്? ഗുരുവിനാൽ കെട്ടിയിടപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈ ആശ്രിതത്വമല്ല സ്വാതന്ത്ര്യത്തിലേക്കുള്ള കവാടം. പലരും സംഘടനകളാൽ കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് സന്യാസം സ്വീകരിച്ച് തിരുവണ്ണാമലയിലുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തി ഫോൺ വിളിച്ചു. പഴയ നമ്മളുടെ ഒരു താത്വികാചാര്യനെയൊക്കെ കാണാനാണ് വന്നിരിക്കുന്നത്, താങ്കൾ വരണം. ഞാൻ പറഞ്ഞു ഞാനില്ല. അദ്ദേഹം പോയി കണ്ടു വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാവരുത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഈ പുസ്തകത്തിൻ്റെ സ്വാമി രാമതീർത്ഥൻ്റെ ഈ വിദേശ പ്രസംഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നുണ്ട്, എത്ര വലിയ ആളായാലും ഉന്നതനായാലും ഭൗതിക ലോകത്തിൻ്റെ തമോമയ തലങ്ങളിൽ പെടുമ്പോഴുണ്ടാകുന്ന നിസ്സഹായതകൾ, ഓർമ്മയൊന്നുമില്ല, എന്നിരുന്നാലും ഒപ്പിടാൻ പറയുമ്പോൾ ഭയം. വലിയ ഉന്നത സ്ഥാനത്താണ് ഇരിക്കുന്നത്, ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിടില്ല. കാരണം ആ അധികാരസ്ഥാനം ഒഴിയാനുള്ള ഒപ്പിടലാണെന്നാണ് ഭയം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഉന്നത സ്ഥാനങ്ങളൊക്കെ വിരാജിച്ചിരുന്ന അനേകായിരങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രശസ്തിയുടെ പടവുകളിൽ നിന്നും പോകാനുള്ള ഭയം. അപ്പോൾ മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. ഇവിടെ ധനമുള്ളവന് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, ആരോഗ്യമുള്ളവന് അനാരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, സൗന്ദര്യമുള്ളവന് വൈരൂപ്യത്തെക്കുറിച്ചുള്ള ഭയം. അപ്പം ഈ ലോകം മുഴുവനും ഭയത്താൽ ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ, KC നാരായണൻ നമ്പ്യാരുടെ ഭാഷയാണ്, ഈ ലോകം മുഴുവനും ഭയത്താൽ മൂടപ്പെട്ടു ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിർഭയരാകണമോ എന്നുള്ളതാണ് പാശ്ചാത്യവും പൗരസ്ത്യമായ ലോകത്തോട് സ്വാമി രാമതീർത്ഥൻ്റെ സന്ദേശം. എന്താണോ കിഴക്കിന് ഭഗവാൻ ബുദ്ധൻ നൽകിയത്, അത് ഞാൻ പാശ്ചാത്യ ലോകത്തിനോട് പറയുന്നു. ഈ ഭയത്തിൽ നിന്നും മുക്തമാകാനുള്ളൊരു വഴിയുണ്ടോ? ഭഗവാൻ ബുദ്ധനെക്കുറിച്ച് നോവൽ എഴുതിയ ഹെർമൻ ഹെസെ, സിദ്ധാർത്ഥ എന്നുള്ളതാണ് നോവല്. ആ സിദ്ധാർത്ഥ എന്നുള്ള ബുദ്ധനെക്കുറിച്ചുള്ള നോവലിൽ സിദ്ധാർത്ഥ രാജകുമാരൻ ഭഗവാൻ ബുദ്ധനോട് ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഹെർമൻ ഹെസയുടെ ഭഗവാൻ ബുദ്ധൻ പറയുന്നത്, ഐ ഡോണ്ട് നോ ദ മിസ്റ്ററി ഓഫ് ഗോഡ് ബട്ട് ദ മിസറീസ് ഓഫ് ദ പീപ്പിൾ. അത് ജനിച്ചാൽ ശരീരം എടുത്താൽ ദുഃഖം തന്നെയാണ്. ഈ ശരീരം എന്നുള്ളത് ദുഃഖമയമാണ്. വീട് എന്നുള്ളതിൻ്റെ നിരുക്താർത്ഥം, ഒരു എറ്റിമോളജിക്കൽ മീനിങ്, വീട് വിട്ടുപോകേണ്ട സ്ഥലം, എത്തിച്ചേരേണ്ട സ്ഥലമല്ല. നിങ്ങൾ ശരീരമെടുത്തോ, ശരീരത്തിൻ്റേതായ ദുഃഖമുണ്ട്. എത്രയോ പേര് മരിച്ചു പോകുന്നു. പത്രതാളുകളിൽ നോക്കിയാൽ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ അടുത്ത ആൾക്കാർ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താ, ആനന്ദമാണോ ദുഃഖമാണോ? അപ്പം ഈ ദുഃഖനിവർത്തിക്കുള്ള മാർഗമെന്ത്? ഭഗവാൻ ബുദ്ധൻ, ഹെർമൻ ഹെസയുടെ ബുദ്ധൻ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ നിഗൂഢതകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, മറിച്ച് മിസറീസ് ഓഫ് ദ പീപ്പിൾ. ഇവിടെ പല ആൾക്കാരും പാശ്ചാത്യരെ താടിയും മൂടിയും നീട്ടി വളർത്തിയവരുടെ പറഞ്ഞിട്ട് ഉള്ളവർ അത് കേട്ടിട്ട് പറയുന്നത് മനുഷ്യൻ്റെ ദുഃഖം പട്ടിണി മാത്രമാണ്.
അത് മാത്രമാണോ മനുഷ്യന്? പട്ടിണി മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന് ദുഃഖമില്ലേ? കോടിക്കണക്കിന് രൂപ ആർജിച്ച ആൾക്കാർക്ക് ആരെയൊക്കെ ഭയപ്പെടണം? മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. ഇന്ന് ഭ്രാന്താലയമായ കേരളത്തിൽ വന്നാൽ ക്രിസ്തു അടക്കം പറയും മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് ബട്ടർ ഓൾസോ. കേരളത്തിൽ നോക്കൂ, പാവങ്ങളുടെ പട്ടിണി മാറ്റാനായി ഇറങ്ങിത്തിരിച്ചവർ. പട്ടിണി മാത്രമാണോ ദുഃഖം? അത് സ്വാമി രാമതീർത്ഥനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആൾക്കാർ പാശ്ചാത്യ ലോകത്തിൽ ചെന്ന് ഈ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അവരുടെ ഹൃദയത്തിൽ തറച്ചു. അതിനുള്ള ഉത്തരം കണ്ടെത്താനതിൻ്റെ ഫലമായിട്ടാണ് അവർ നമ്മുടെ ഭാരതത്തിൽ വന്ന ഹിമാലയ സാനുക്കളിൽ മാത്രമല്ല, ഹിമാലയ ഗംഗോത്രി, ഗോമുഖ്. ഒരിക്കൽ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ പോയിപ്പോൾ പറയണ കേട്ടു, ഒരു സായിപ്പ് ക്യാമറയുമായിട്ട് അവിടെ മരിച്ചു വീണിരിക്കുന്നു. അയാളൊരു ഡയറി കിട്ടി. ഇപ്പോൾ ആ ഡയറി പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ അയാളുടെ അന്വേഷണം. പക്ഷിശാസ്ത്രജ്ഞനായിട്ട് വന്നിട്ടുള്ള ആളാണ്. മുകളിലേക്ക് പോയി അവിടെ മഞ്ഞൾ വിട്ട് വീണ് കിടത്തുന്നത്. അപ്പം എത്രയോ പേര് ഈ അന്വേഷണവുമായി നടക്കുന്നു. എന്ത് അന്വേഷണം? ജീവിതത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അന്വേഷണം. അപ്പോൾ സ്വാമി രാമതീർത്ഥൻ്റെ ജീവിതവും സന്ദേശവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം കടന്നുപോയ ജീവിതയാത്രകൾ, അതായത് സന്ത് തുളസീദാസൻ്റെ വംശത്തിൽ പിറന്നു. 16 കോടി നാമം ജപിച്ച് രാമചരിതമാനസം എഴുതി. ഇന്ന് പല മാറ്റങ്ങൾക്കും കാരണം എന്താ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല മാറ്റങ്ങളുടെയും മൂലസ്ഥാനം തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ അധ്യാത്മരാമായണ കിളിപ്പാട്ട് എഴുതി. കനകദാസൻ കന്നഡയിലെ, ബംഗാളിലെ കീർത്തിദാസൻ, പിന്നെ ഹിന്ദിയിലെ തുളസീദാസൻ്റെ ഈ രാമകഥ, കൃഷ്ണകഥ എല്ലാം അത് ഹൃദയങ്ങൾ കൈമാറി. അപ്പോൾ ആ സന്ത് തുളസീദാസൻ്റെ വംശത്തിൽ പിറന്ന തീർത്ഥരാമ ഗോസ്വാമി രാമതീർത്ഥനായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് രാമനും കൃഷ്ണനും ഒക്കെ പുറത്തല്ല, അകത്തായിരുന്നു. രാമതീർത്ഥനോട് ചോദിക്കുന്നുണ്ട്, ഐ രാം ദ എംപറർ, ഹൂ ഇസ് യുവർ രാം എന്ന് ചോദിച്ചാൽ, അപ്പം പല രാമന്മാരുണ്ട്. അയോധ്യ രാമനുണ്ട്. രാമതീർത്ഥനെ സംബന്ധിച്ച് രാമൻ ആത്മാരാമനാണ്, ആനന്ദത്തിൻ്റെ ഉറവിടമാണ്. 33 വയസ്സിലാണ് രാമതീർത്ഥൻ ദേഹത്യാഗം ചെയ്യുന്നത്. അത് ഹിമാലയ സാനുക്കളിലുള്ള ഭിമാങ് ഗംഗയിലേക്ക് നടന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നു, അങ്ങനെ ചെയ്യുന്നതൊരു ആത്മഹത്യയല്ലേ എന്നാണ് പലരും ചോദിക്കുക. പലർക്കും പല രീതിയിലെടുക്കാം. അദ്ദേഹം ദേഹം സ്വീകരിച്ചതിൻ്റെ ദൗത്യം കഴിഞ്ഞു. അദ്ദേഹം ഭിലാങ് നദിയിലേക്ക് പോയി, പിന്നീട് കണ്ടിട്ടില്ല. അങ്ങനെ പല ആൾക്കാരുണ്ട്. തിലക്ജി മഹാരാജ്, ബാബ ബജ്രംഗദാസിൻ്റെ ശിഷ്യനായ തിലക്ജി മഹാരാജ് കന്യാകുമാരിയിലിരിക്കുന്ന സമയത്താണ് സുൽത്താൻ ബത്തേരി, ഗണപതി വട്ടത്തിലെ ക്ഷേത്രം സുൽത്താൻ ബത്തേരിയാക്കുന്ന. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് പദയാത്രയായി നടന്ന് സുൽത്താൻ ബത്തേരിയിലെത്തിയ ഒരു നവരാത്രി കാലത്ത് കാൽനടയായിട്ടാണ്, പദയാത്രയായിട്ടാണ് നടന്ന് സുൽത്താൻ ബത്തേരിയിലെത്തി ഒരു നവരാത്രി മുഴുവനും ഉപവാസം നടന്നു. ഉപവാസത്തിൻ്റെ അവസാനത്തിൽ KP കേശവമേനും K കേളപ്പനും വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലെത്തി. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരിയിലെ തകർന്ന ഗണപതി ക്ഷേത്രം ഗണപതി വട്ടമായിത്തീരുന്നത്. തിലക്ജി മഹാരാജ് ഭാരതം മുഴുവനും സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ കന്യാകുമാരിയിലെ താമസവും കേരളത്തിൻ്റെ യാത്രയുടെ ഇതും സാധുശീലൻ പരമേശ്വരൻ പിള്ളയായിരുന്നു സഹായി. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ അടുത്തിറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ പണ്ടേ ഇറങ്ങി. തിലക്ജി മഹാരാജ് ഈ പദയാത്ര നടത്തി അദ്ദേഹം ഒടുവിൽ
ബെൽജിയത്തിലുണ്ടായിരുന്ന സമയത്താണ് കുറേ ആൾക്കാർ വിദേശികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച്, മരണം എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ശിക്ഷൻ, വിദേശ ശിക്ഷൻ വെച്ചോ, അങ്ങേക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഓ, അതിനെന്താന്ന് പറഞ്ഞാൽ ജീപ്പിലാണ് അവർ വന്നത്. ആ ജീപ്പ് ഓടിച്ച് കൊക്കയിൽ മറിഞ്ഞ് പോയി. ഇതാണ് തിലക്ജി മഹാരാജ്. അദ്ദേഹം പാഞ്ചജന്യം എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്, അതിൻ്റെ എഡിറ്ററായിരുന്നു ഹിന്ദിയിൽ. അത് ജോലി റിസൈൻ ചെയ്യാനും ഒക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ എത്രയോ മഹാന്മാർ ഉണ്ടായ ഒരു സ്ഥലം. അപ്പം ഇവിടെ ഈ ഭിലാങ് നദിയിൽ ശരീരദേഹത്യാഗം ഉപേക്ഷിച്ച സ്വാമി രാമതീർത്ഥൻ എപ്പോഴും അഭേദാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയ ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നമ്മളിപ്പോൾ ഈ അനുസ്മരണം എന്തുകൊണ്ടാണ് നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. അഭേദാനന്ദ സ്വാമികളുടെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഗംഗയിൽ എൻ്റെ ശരീരം അലിഞ്ഞു ചേരണം. ഏതുപോലെ? സ്വാമി രാമതീർത്ഥനെ പോലെ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ, കുമാരൻ തമ്പി എഴുതിയ ജീവചരിത്രത്തിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മാതൃക, യദ്യദാചരതി ശ്രേഷ്ഠ സ്തത്തദേവ ഏതരോജന, ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്യുന്നോ അതിനെ അനുകരിക്കാൻ ആൾക്കാരുണ്ടാവും. ഒന്നോ രണ്ടോ പേര്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളികളായ ആൾക്കാരൊക്കെ ഹരിദ്വാറിലെ നീലധാരയിൽ പോകുന്നു. നീലധാരിയല്ലേ സ്ഥലം, അദ്ദേഹം സമാധിയായ സ്ഥലം. എന്തുകൊണ്ട്? അപ്പം ഈ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് കന്യാകുമാരിയിൽ തുടങ്ങിയ രാമതീർത്ഥ വിജ്ഞാന ട്രസ്റ്റിൻ്റെ രാമതീർത്ഥൻ അനുസ്മരണം ഒക്ടോബർ 31 അവിടെ വെച്ചിട്ടാണ് സമാപിക്കുന്നത്. അതും ഒരു നിമിത്തമാണ്. അപ്പം ഇവിടെ ആത്മീയതയിൽ ആകസ്മികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല, അനിവാര്യമായതേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പം ഹിന്ദി ഹൃദയ ഭൂമിയിൽ അതിനൊരു കാരണം, രാമതീർത്ഥ സ്വാമികൾ അനുസ്മരണം ഹിന്ദി നാട്ടിൽ അധികം നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം, ഇപ്പം അതേ സമയത്ത് നമ്മുടെ ആര്യസമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദജിയുടെ 200-ാം വാർഷികം ഗുജറാത്തിലൊക്കെ വളരെ ഗംഭീരമായി നടക്കുകയാണ്. രാമതീർത്ഥ സ്വാമികളുടെ 150-ാം വാർഷികം അത്ര ഗംഭീരമായി ആഘോഷിക്കാതിരിക്കാൻ ഒരു കാരണം, അദ്ദേഹം ഇന്ന് പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട മുരളിവാല എന്നുള്ള പ്രദേശത്താണ് ജനിച്ചത്. ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ളൊരു ഹൃദയരോഗ വിദഗ്ധൻ്റെ ഭാര്യ ആ നാട്ടുകാരനാണ്. അപ്പോൾ അവർക്ക് ആര്യസമാജത്തിൻ്റെയൊക്കെ കേന്ദ്ര സ്ഥലമായി ഇതൊക്കെ നമ്മുടെ പാകിസ്ഥാനിലൊക്കെ പെട്ടതുകൊണ്ടായിരിക്കും അത് വേണ്ടത്ര രീതിയിലല്ലാതെ. എന്നിരുന്നാലും വിദേശത്തുള്ള ആൾക്കാരൊക്കെ അവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ ആ സ്ഥലം സന്ദർശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഈ ശൈവ സിദ്ധാന്ത പ്രകാരം ജനനത്തിനല്ല സമാധിക്കാണ് പ്രാധാന്യം. ജന്മദിനം ആഘോഷിക്കുന്നേക്കാൾ കൂടുതൽ, കാരണം കർമ്മനിരതനായ ശേഷം ചിത്തശുദ്ധി നേടിയ ശേഷം തത്വബോധം. എന്താണ് തത്വം? രാമൻ, ആര് രാമൻ എന്ന് വെച്ചാൽ രാമതീർത്ഥൻ പറയുന്നു ആത്മാരാമനാണ്. അങ്ങനെ ആത്മാരാമനായ അദ്ദേഹം പവിത്ര സലിലയായ ഗംഗാനദിയിൽ ലയിച്ചു ചേർന്നു. ഓരോ ഭാരതീയൻ്റെയും യഥാർത്ഥ ആസ്തികനായ ഓരോ ഭാരതീയൻ്റെയും ജീവിത ലക്ഷ്യം എന്താ? എപ്പോഴും കാശിയിലുള്ള സ്നാനഘട്ടിലൊക്കെ മരണം കാത്തുകിടക്കുന്ന ആൾക്കാരുണ്ട്. ഇത് മരണം കാത്തുകിടക്കല്ല, മരണത്തിലേക്ക് മന്ദഹാസത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചൊരാൾ. അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ ഹരിദ്വാറിലെ കുറേ ഗുഹയിൽ അദ്ദേഹം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്മരിക്കാൻ കഴിയുക. നമ്മുടെ ഈ മണ്ണ് തപോഭൂമിയാണ്, ഋഷിമാരുടെ നാടാണ്. അതിനെ സ്മരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ചും നാമജപ സങ്കേതമായ അഭേദാനന്ദ സ്വാമികൾ ആശ്രമത്തിൽ
ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും മറ്റൊരു രാമതീർത്ഥനായി മാറാൻ ആഗ്രഹിച്ച ഒരു മഹാത്മാവിൻ്റെ സങ്കേതത്തിൽ രാമതീർത്ഥനെക്കുറിച്ച് സ്മരിക്കാൻ ഒരവസരം കിട്ടിയത് അതൊരു നിയതിയുടെ നിയോഗമാണ്. ഇവിടെ വന്നിരുന്നത് കേൾക്കാൻ സാധിക്കുന്നത് അലൗകികമായ അപ്രമേയത്വം നാരായണൻ നമ്പ്യാരുടെ ഭാഷയാണ്. അതെല്ലാവർക്കും ഈ ആനന്ദം ലൗകികമായ ആനന്ദത്തിന് വേണ്ടി ആൾക്കാരിങ്ങനെ ഓടി നടക്കുമ്പോൾ അലൗകികമായ ആനന്ദത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആൾക്കാരുടെ ജീവിതം, അവർ ചെയ്തുപോയ ജീവിത പ്രവർത്തനങ്ങൾ ഒന്ന് സ്മരിക്കാൻ, അതൊരു 45-50 മിനിറ്റൊക്കെ ഒന്ന് സ്മരിക്കാൻ ജീവിതത്തിലൊരു അവസരം കിട്ടുക, അത് പുണ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ഇന്ന് ഈ സായാഹ്നം ഞാൻ തുടങ്ങിയത് 1897 നവംബർ മാസത്തിലെ ഒരു അപരാഹ്നത്തിൽ, ഒരു സായാഹ്നത്തിലാണ് തീർത്ഥരാമ ഗോസ്വാമി വിവേകാനന്ദ സ്വാമികളുടെ പ്രഭാഷണം കേൾക്കുന്നത്. ഇന്ന് മറ്റൊരു സായാഹ്നത്തിൽ നമ്മൾ അഭേദാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ വെച്ച് തീർത്ഥരാമസ്വാമികളെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അതിൻ്റെ ആനന്ദം കിട്ടട്ടെ. ഇത് നടക്കുന്ന ഈ സ്ഥലം നമ്മുടെ കേരള നവനവോത്ഥാനം നടക്കുന്ന സമയത്ത് നാമജപ സങ്കേതങ്ങളൊന്നും നവോത്ഥാന കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നില്ല. പക്ഷേ യഥാർത്ഥ നവോത്ഥാന കേന്ദ്രങ്ങൾ ഇവിടങ്ങളാണ്. ഇവിടെ ഒന്ന്, പിന്നെ ആനന്ദാശ്രമം, അവിടെയാണ് നാമജപം നടക്കുന്ന ഒരു സ്ഥലം. ഈ നാമം ജപിച്ച KC നാരായണൻ നമ്പ്യാരൊക്കെ ഇൻ ബൂട്ട്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ രാമതീർത്ഥ പ്രതിധ്വനി, ആ പദമൊന്ന് നോക്കൂ, ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പ്രതിധ്വനി, അതിങ്ങനെ പ്രതിധ്വനിച്ച് കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഇതിലെ രാമതീർത്ഥൻ പറഞ്ഞ കഥകൾ, രാമതീർത്ഥൻ്റെ വിദേശ പ്രസംഗങ്ങൾ, അതിനെക്കുറിച്ചിട്ട് വളരെ വളരെ വലിയ ഗഹനങ്ങളായ പഠനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പുണ്യഭൂമിയിൽ 1.25 നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ സ്വാമി വിവേകാനന്ദം വന്നപ്പോൾ പറഞ്ഞ ഈ ഭ്രാന്താലയത്തിൽ ഇന്നും അങ്ങനെയൊക്കെ ഏറെക്കുറെ തുടങ്ങുന്ന ഈ നാട്ടിൽ ഇത്രയൊരു ചെറിയൊരു സദസ്സ് സംഘടിപ്പിക്കാൻ ഒരു നിമിത്തമായി തീർന്ന ആൾക്കാർക്കൊക്കെ ഒരു നന്മ വരുത്തട്ടെ. ഹരിദ്വാറിലുള്ള ഈ സമാപന പരിപാടിയിൽ സജ്ജനങ്ങൾ ഒരു സമാഗമമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.